ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് 8ാം ക്ലാസ്സിൻ്റെ 7ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് വിവര വിശകലനം കമ്പ്യൂട്ടറിൽ. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഇത് മീനുവിൻ്റെ വീട്ടിലെ വരവ് ചെലവ് കണക്കുകൾ എഴുതിയ പുസ്തകത്തിൽ നിന്നുള്ള ഒരു പേജാണ്. ഇവിടെ നോക്കി, ഇവിടെ ജൂൺ മാസത്തിലെ ജൂലൈ മാസത്തിലെ വരവ് ചെലവുകളെല്ലാം തന്നിട്ടുണ്ട് അല്ലേ. പക്ഷെ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചിലവായത് ഏതാണ്, അതുപോലെ ഏറ്റവും കൂടുതൽ വരവ് വന്ന ഏതാണ്, അതുപോലെ ജൂൺ മാസത്തിലാണോ ജൂലൈ മാസത്തിലാണോ കൂടുതൽ ചിലവുണ്ടായത്, കൂടുതൽ വരവുണ്ടായത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ അതിനൊക്കെ ഓവർകം ചെയ്യാനായിട്ട് നമുക്കുള്ളതാണ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകൾ. വിവരങ്ങൾ ക്രമീകരിക്കാനും വിശകലനം ചെയ്യാനും സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറുകൾ. നമ്മളിവിടെ ഉബുണ്ടുവിൽ പരിചയപ്പെടുന്നത് കാൽക്ക്, അതായത് ലിബർ ഓഫീസ് കാൽക്കാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. അതിനുവേണ്ടി ആപ്ലിക്കേഷൻ, ഇവിടെ ഈ ടൈപ്പ് ടു സെർച്ചിൽ ലിബർ ഓഫീസ് കാൽക്ക് ഇത് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ഒരു വിൻഡോയാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇനി ഇവിടെ കണ്ടോ, ഈ താഴേക്കുള്ള ഓരോന്നിനെയും കോളം എന്നാണ് പറയുന്നത്. കണ്ടോ, എ ബി സി, ഇങ്ങനെ ഈ താഴേക്കുള്ള ഓരോന്നിനെയും കോളം എന്ന് പറയും. അതുപോലെ തന്നെ ഈ വലത്തേക്കുള്ളത് 1 2 3 എന്ന് പറഞ്ഞിങ്ങനെ വലത്തേക്കുള്ള ഇതിനെ ഓരോന്നിനെയും റോ എന്നാണ് പറയുന്നത്. ഇനി ഇങ്ങനെ ഈ ഒരു പോർഷൻ ഇങ്ങനെ ഒരെണ്ണത്തെ മാത്രമായിട്ട് നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യുന്നില്ലേ, അതിനെ പറയുന്നതാണ് സെല്ല്. ഓക്കെ, ഇതെല്ലാം ഓരോരോ സെല്ലുകളാണ്. ഇനി സെൽ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്തല്ലേ, അതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് ഏത് കോളും ഏത് റോയിലും ആണോ നമ്മൾ ക്ലിക്ക് ചെയ്തിരിക്കുന്നത്, അതാണ് സെൽ അഡ്രസ്സ്. B6 അതാണ് ഇതിൻ്റെ സെൽ അഡ്രസ്സ്. നോക്കിയാൽ ഇവിടെ ഇത് കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ സെൽ അഡ്രസ്സ് എന്ന് പറയുന്നത് എത്രയാണ്? E2 അല്ലേ. നോക്കിയേ, അതിവിടെ വന്നിട്ടുണ്ട്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഇനി നമ്മളോട് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഹോമിൽ സ്കൂൾ റിസോഴ്സസിൽ ക്ലാസ് 8ൽ ഒരു table.jpg ഉണ്ട്, അത് ഓപ്പൺ ചെയ്യുക. table.jpg. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ ലിബർ ഓഫീസ് കാൽക്കിൽ ടൈപ്പ് ചെയ്യണം. നമുക്കിവിടെ ആദ്യം ടൈപ്പ് ചെയ്യാനുള്ളത് ഇൻകം അല്ലേ. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഈ ഇൻകം എന്നുള്ളത് എ തൊട്ട് എഫ് വരെയുള്ളത് ഒറ്റ റോ ആയിട്ട് കിടക്കുന്നത് അല്ലേ. നമുക്ക് ഒറ്റ റോ ആയിട്ട് വേണം അതെടുക്കാൻ. അതിനായിട്ട് ഇവിടെ എ മുതൽ എഫ് വരെ നമ്മളിങ്ങനെ ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം റൈറ്റ് ക്ലിക്കിൽ മെർജ് സെല്ല് കൊടുക്കുക. റൈറ്റ് ക്ലിക്ക് മെർജ് സെല്ല്. അതിനുശേഷം ഇൻകം, അതുപോലെ തന്നെ റുപ്പിയുടെ സിമ്പിളും വേണം അല്ലേ, അതവിടെ ടൈപ്പ് ചെയ്യുക. റുപ്പിയുടെ സിമ്പിൾ വരാനായിട്ട് കീബോർഡിലെ കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് നമ്പർ 4 പ്രസ് ചെയ്യുക. അപ്പോൾ റുപ്പിയുടെ സിമ്പിൾ വന്നോളും. അതിനുശേഷം നമുക്കിത് സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യണം. അതിനു വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇത് ബോൾഡ് ആക്കി കൊടുക്കുക. പിന്നെ സൈസും വേണേൽ നമുക്ക് കുറച്ച് കൂട്ടി കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ നമുക്കതൊന്ന് വൃത്തിയാക്കി ചെയ്യാം. അടുത്ത നമുക്ക് ചെയ്യാനുള്ളത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഇങ്ങനെ ടൈപ്പ് ചെയ്യണം അല്ലേ. അതിനായിട്ട് എവിടെയാണ്? B2വിലാണ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത്. ഇതാണ് B2. ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ടെക്സ്റ്റിൽ നോക്കി നമ്മൾ ഇതെല്ലാ കാര്യങ്ങളും ഇതെല്ലാം ഇതുപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുക. ഈ ഒരു രീതിയിൽ മുഴുവൻ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഇതിനെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് അതിനെ ഒന്ന് ബോൾഡ് ആക്കി കൊടുക്കുക. അതുപോലെ ഇതിനെ മുഴുവനായിട്ട് നമുക്കൊന്ന് സെലക്ട് ചെയ്യണം. അതിന് കൺട്രോൾ എ പ്രസ് ചെയ്യുക. കീബോർഡിൽ കൺട്രോൾ എ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് വേണം അതിൻ്റെ സൈസൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കാം. സൈസൊക്കെ കൂട്ടിക്കൊടുത്ത് എല്ലാം ഒന്ന് സെൻറ്ററിലേക്ക് അലൈൻ ചെയ്താൽ നല്ല വൃത്തിയായിട്ടിരിക്കും. ഓക്കെ, ഈ ഒരു രീതിയിൽ ചെയ്യുക. അടുത്തായിട്ട് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് സമ്മാണ്. സം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ടോട്ടൽ എന്ന പേരിൽ ടോട്ടൽ എന്ന് നമ്മളൊന്ന് ടൈപ്പ് ചെയ്യണം. ടോട്ടൽ എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ടോട്ടൽ കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു ജൂൺ മാസത്തിലെ ടോട്ടലാണ് നമുക്ക് കാണേണ്ടത്. അതിനുവേണ്ടി ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക.
ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു സിമ്പിൾ ഉണ്ട്. ഈ ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് സം എടുക്കുക. ഓക്കെ, സം എടുക്കുമ്പോൾ ഇത് കണ്ടോ, ഇത്രയും ഈ ഒരു ജൂൺ മാസത്തിൽ എല്ലാം സെലക്ട് ആയി വന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ജൂൺ മാസത്തിൽ മുഴുവൻ ടോട്ടൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ള മാസങ്ങളിൽ നമുക്ക് കിട്ടണം അല്ലേ. അപ്പോൾ നമ്മൾക്ക് വീണ്ടും ഇങ്ങനെ ഇക്വേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഈ ആദ്യം കിട്ടിയ ടോട്ടലിന് താഴെയായിട്ട് ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് സിമ്പിൾ വരും, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാ മാസത്തിൻ്റെയും ടോട്ടൽ നമുക്ക് കിട്ടും. അടുത്തായിട്ട് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ആവറേജ് ആണ്. ആവറേജ് ഈ ഒരു കോളത്തിലാണ്. ആവറേജിനെ നമുക്ക് ബോൾഡ് ആക്കി കൊടുക്കാം. ഇനി ആവറേജ് നമുക്ക് കാണേണ്ടത് ഇങ്ങനെയല്ലേ, ഇങ്ങനെയാണ് നമുക്ക് ആവറേജ് കാണേണ്ടത്. അപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആവറേജ് എടുക്കുക. ആവറേജ് ഉണ്ട്. അപ്പോൾ ഇത്രയും സെല്ലുകൾ അവിടെ സെലക്ട് ആയി വന്നിട്ടുണ്ടായി. എന്നിട്ട് കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി. ഡ്രാഗ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വാല്യൂ വരും. ഇതിനകത്ത് വാല്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഇങ്ങനെ ആവറേജ് വന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡെസിമൽ പ്ലേസ് ഡിലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനായിട്ട് നമുക്കിങ്ങനെ ഈ ആവറേജ് നോക്കുമ്പോൾ മനസ്സിലാവും ഈ പോയിന്റിന് ശേഷം ഒരു വാല്യൂ ഉണ്ടല്ലേ, അത് നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് ഡിലീറ്റ് ചെയ്യണം. അതിന് വേണ്ടി നമുക്ക് ജസ്റ്റ് ഈ സെല്ലിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കണ്ടോ 0.00യും പിന്നെ ഒരു ഇൻറ്റു മാർക്കും കണ്ടോ, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്തിട്ട് വന്നില്ല, ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ പോയിന്റ് വാല്യൂ മാറും. അതിനുശേഷം ഇതും എന്ത് ചെയ്യണം, ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ എല്ലാം ഡെസിമൽ പ്ലേസ് പോയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി അടുത്ത നമ്മളോട് സോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഗ്രോസറി മുതൽ ഈ ടോട്ടലിൻ്റെ തൊട്ട് മുമ്പ് വരെയുള്ളത് നമുക്കൊന്ന് സെലക്ട് ചെയ്യണം. ഗ്രോസറി മുതൽ ഇവിടെ വരെ നമുക്കൊന്ന് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിന് ശേഷം ആവറേജ് ഉൾപ്പെടെ സെലക്ട് ചെയ്യണം കേട്ടോ. അതിന് ശേഷം ഇവിടെ ഒരു സിമ്പിൾ ഉണ്ട്, മുകളിലേക്കും താഴേക്കുള്ള ഒരു ആരോ, അതാണ് സോർട്ട്. അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കോളം ജി സെലക്ട് ചെയ്യുക. ഇവിടുന്ന് കോളം ജി സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡിസെൻഡിങ് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇപ്പം വന്നിട്ടുണ്ട്, അതെല്ലാം സോർട്ടായി വന്നിട്ടുണ്ട്. അടുത്തത് ഈ ടേബിളിൽ ഒന്ന് ഫോർമാറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർമാറ്റ് ചെയ്യാൻ ഇതുണ്ട്, നമുക്ക് ഇത് ഇവിടെ ഈ കാറ്റഗറി അതുപോലെ ഇവിടെ ഈ മാസങ്ങളുടെ പേരൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല അല്ലേ. അപ്പം അതൊക്കെ കൊടുത്ത് ഒന്ന് ഫോർമാറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ കാറ്റഗറി എന്നുള്ളത് വേണം ഇവിടെ കൊടുക്കാൻ. നമുക്ക് ഈ എക്സ്പെൻഡിച്ചറിൻ്റെ താഴെയായിട്ട് ഒരു റോ വേണം അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫോർന്ന് കണ്ടോ, ഇവിടെ ജസ്റ്റ് അങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഉണ്ടോ ഇൻസേർട്ട് റോ ബിലോ. ഇപ്പോൾ എക്സ്പെൻഡിച്ചറിൻ്റെ താഴെയാണ് വേണ്ടതുകൊണ്ട് നമുക്ക് ഇൻസേർട്ട് റോ ബിലോ കൊടുക്കുക. ഇനിയിപ്പോൾ മുകളിലാണ് വേണ്ടതെങ്കിൽ ഇൻസേർട്ട് റോ എബോ കൊടുക്കുക. നമ്മൾ ഇൻസേർട്ട് റോ ബിലോ കൊടുത്തു. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു റോ വന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് ആദ്യം കാറ്റഗറി എന്ന് ടൈപ്പ് ചെയ്യണം. കാറ്റഗറി ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഈ മാസങ്ങളല്ലേ, നമുക്കത് വീണ്ടും ടൈപ്പ് ചെയ്ത സമയം കളയേണ്ട, നമുക്കിതിനെ മാത്രമായിട്ട് ഇങ്ങനെയൊന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം റൈറ്റ് ക്ലിക്കിൽ കോപ്പി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ V പ്രസ് ചെയ്താലും മതി. കീബോർഡിലെ കൺട്രോൾ V പ്രസ് ചെയ്താലും മതി. ഓക്കെ, ഇപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കും അല്ലേ, ഈ സെപ്റ്റംബർ എന്നുള്ളതിൻ്റെ പകുതിയെ കാണുന്നുള്ളൂ, നമുക്കത് ഫുള്ള് കാണത്തില്ല അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഏത് സെല്ലിലാണോ വേണ്ടത് അവിടെ ഇത് കണ്ടോ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ആരോ കണ്ടോ, അതിലിങ്ങനെ ക്ലിക്ക് ചെയ്ത് അപ്പോൾ അതേ ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്താൽ മതി. ഓക്കെ, നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇനി ഈ ഒരു രീതിയിലെല്ലാം വന്നിട്ടുണ്ട്. അടുത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ചാർട്ട് ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ചാർട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ കാറ്റഗറി മുതൽ ഈ 750 വരെ നമുക്കൊന്ന് സെലക്ട് ചെയ്യണം. .
ഈ കാറ്റഗറി മുതൽ 750 ഇവിടെ വരെ നമുക്കൊന്ന് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തിട്ട് ഇൻസേർട്ട് അതിൽ ചാർട്ട് എന്നിട്ട് ഈ ഇടതുവശത്ത് ചാർട്ട് എലമെൻറ്റ്സ് ഉണ്ട്. ചാർട്ട് എലമെൻറ്റ്സ് അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ടൈറ്റിൽ നമ്മളോട് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് എക്സ്പെൻഡിച്ചർ ഫോർ 5 months. എക്സ്പെൻഡിച്ചർ ഫോർ 5 months എന്ന് കൊടുക്കുക. അതിനുശേഷം എക്സ് ആക്സിസിൽ എമൗണ്ട്, വൈ ആക്സിസിൽ കാറ്റഗറിയും കൊടുക്കുക. എമൗണ്ട്, കാറ്റഗറി. ഓക്കെ, അത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഫിനിഷ് കൊടുക്കാം. അപ്പം നമുക്കിവിടെ ചാർട്ട് വന്നിട്ടുണ്ടല്ലേ. ഇനി ഇവിടെ നോക്കിയേ, ഇതുണ്ടോ നമ്മുടെ ഈ കാറ്റഗറി ഓരോന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ ആ കൊടുത്ത ഹെഡിങ് ആദ്യം വന്നിട്ടുണ്ട്, എക്സ്പെൻഡിച്ചർ ഫോർ 5 months എന്നുള്ളത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കാറ്റഗറിയും വന്നിട്ടുണ്ട്, ഇവിടെ എമൗണ്ടും വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ കാറ്റഗറീസ് ഓരോന്നും വന്നിട്ടുണ്ട് അല്ലേ. ഗ്രോസറീസ്, എൻ്റർടൈൻമെൻറ്റ്സ്, ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെ ഓരോ കാറ്റഗറി ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഓരോ കളറുകൾ നോക്കിയേ, ഓരോ കളർ എന്ന് പറയുന്നത് ഓരോ മാസമാണ്. നോക്കിയേ, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, അങ്ങനെ ഓരോ മാസമാണ്. ഇപ്പോൾ ജൂൺ മാസം എടുക്കുകയാണെങ്കിൽ നോക്കിയേ, ഗ്രോസറി നോക്കിയേ, ജൂൺ മാസത്തിലെ ഗ്രോസറി എന്ന് പറയുന്നത് ഇതാണ്, ഈ കിടക്കുന്നതാണ്. ഇവിടെ ഗ്രോസറി ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ഏത് മാസമാണ്? ഒക്ടോബർ അല്ലേ. നോക്കിയേ, ഗ്രോസറി ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ഒക്ടോബർ മാസത്തിലാണ്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്.